ഒപ്പം പുതിയ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് അദ്ദേഹം ചേരുന്നു. അതിന് തന്നെ അഭിനന്ദനങ്ങൾ. അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതൊന്ന് ചോദിക്കാം റിയാസ്. കാരണം ഈ സംഘടനയെ കുത്തകകൾക്കെതിരായ വലിയ സന്ദേശമാക്കി മാറ്റുവാൻ വലിയ ആഹ്വാനം നൽകുന്നു. ഒപ്പം വൈവിധ്യമാർന്ന സംരംഭങ്ങളിലൂടെ സംഘടന പുതിയ തലങ്ങളിലേക്ക് പോകുമെന്ന് കേരള വിഷൻ ന്യൂസിലൂടെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കട്ടെ അദ്ദേഹം. തീർച്ചയായും അത് എന്തായാലും പുതിയ ട്രഷററോട് തന്നെ നമുക്ക് ചോദിക്കാം. താങ്കളുടെ പ്രസംഗം അവിടുന്ന് അജിം ഷാദ് കേട്ടിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, താങ്കൾ പുതിയ വൈവിധ്യവൽക്കരണങ്ങളിലേക്ക് സംഘടനയെ നയിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം താങ്കളുടെ പ്രസംഗത്തിൽ കേട്ടിരുന്നു. അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കേരള വിഷൻ ന്യൂസിലൂടെ തന്നെ നമ്മുടെ പ്രേക്ഷകർ അറിയട്ടെ എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും കേരള വിഷൻ എന്ന് പറഞ്ഞൊരു കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഒന്നാണ്. കേരളത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകയായി പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ 5000-ഓളം വരുന്ന നമ്മുടെ ഈ സംരംഭകരെ വ്യത്യസ്തമായ മറ്റ് വ്യവസായത്തിലേക്ക് കൂടി കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ബദൽ തന്നെയാണ് കേരള വിഷൻ. അത് ഇനി ബിസിനസ്സിൽ തന്നെ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിലെ മുഴുവൻ ചെറുകിട കച്ചവട മേഖലകളെയും കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു വ്യവസായ രീതി കൂടിയായിരിക്കും നമ്മൾ അവലംബിക്കാൻ പോകുന്നത്. പിന്നെ മറ്റ് പോരാട്ടങ്ങൾ എങ്ങനെ തുടരാനാണ് ഉദ്ദേശിച്ചത്? പ്രത്യേകിച്ച് ഈ ചില KSEB ഉദ്യോഗസ്ഥർ ഇപ്പോഴും പോസ്റ്റിന്റെ ഒക്കെ പേരിൽ നിരന്തരം കേബിൾ TV ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി KSEB ഉദ്യോഗസ്ഥർ തരുന്നതാണ്. ഒരുപക്ഷെ ഒരു സർക്കാരിന്റെ നയമൊന്നുമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ ഈ ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഈ ചെറുകിട മേഖലയെ സഹായിക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനം എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ചില KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വളരെ കാടത്തരപരമായ ഒരു സമീപനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തീർച്ചയായും അത് മറ്റ് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു ചെറിയ ഇടപെടലാണ് എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. അത് തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ ഇടപെടൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടന ആവിഷ്കരിക്കും. എന്തായാലും കൂടുതൽ ശക്തമായ ഒരു കേബിൾ ടി വി രംഗത്തുള്ളവരെ സംഘടിപ്പിച്ചതുപോലെ ചെറുകിട കച്ചവട മേഖലയിലുള്ളവരെ സംഘടിപ്പിച്ച് റിലയൻസിന്റെ ഒക്കെ ബദലാകുന്ന രീതിയിൽ മാളുകൾ അടക്കമുള്ളവയ്ക്ക് വലിയ തരം മാളുകൾ അടക്കമുള്ളവയ്ക്ക് ബദലായി ഒരു ശൃംഖല കൂടി ഇതിന് സമാനമായ രീതിയിൽ COA കെട്ടിപ്പടുക്കുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അതൊന്ന് ചോദിക്കൂ. എന്തായാലും അത് ചോദിക്കാം. കാരണം അജിം ഷാദ് ചോദിക്കുന്നത്, താങ്കളിപ്പോൾ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ സംഘടിപ്പിച്ചതുപോലെ ചെറുകിട വ്യാപാരികളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടൊരു ബദൽ, പ്രത്യേകിച്ച് ഈ റിലയൻസ് ഉയർത്തുന്ന മാളുകൾ പോലുള്ള വലിയ വെല്ലുവിളികൾക്ക് അതിനൊരു ബദലായിട്ടാണോ അത്തരം പ്രവർത്തനം കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. റിലയൻസ് മാത്രമല്ല, നിരവധി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്ത് ചെറുകിട കച്ചവട മേഖലകളെ തകർത്തെറിയുന്ന തരത്തിലുള്ള വലിയ മാളുകളുടെ പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെറുകിട കച്ചവട മേഖലകൾക്കാകമാന ഊർജ്ജം നൽകുന്ന, സംരക്ഷണം നൽകുന്ന ഒരു രീതിയിലേക്കാവും COA ഇനി കടക്കുക. ഇപ്പോൾ രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു ബദൽ സംവിധാനം ഈ ഇൻഡസ്ട്രിയിൽ നടപ്പാക്കിയ COA ഇനി ചെറുകിട കച്ചവട മേഖലകൾക്കാകമാനം ഒരു സംരക്ഷണം നൽകുന്ന, ഒരു ഊർജ്ജം നൽകുന്ന പ്രവർത്തനത്തിന് തന്നെയാണ് ഊന്നൽ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.